നമ്മളിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല. നമ്മൾ ഈ വെള്ളത്തിലൊക്കെ വേസ്റ്റ് ഉണ്ടാവില്ല, അതായത് നമ്മൾ ഈ ടൗണ് ഫാക്ടറി പോലുള്ള ഏരിയകൾ കൊണ്ടുവന്ന് തട്ടുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകളും അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു മെഷീനാണിത്. നമുക്ക് ഈ മെഷീൻ എങ്ങനെ വർക്ക് ആവുന്നതിനെ പറ്റി പറയാം. നമ്മൾ ഈ മെഷീന് ഇവിടെ പൊങ്ങി കിടക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് PVC-യുടെ 2 പൈപ്പുകളാണ്. പിന്നെ അതുപോലെ തന്നെ മുന്നോട്ട് ചലിക്കാൻ വേണ്ടി നമ്മളിവിടെ പ്രൊപ്പല്ലറുകളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഞാൻ വെള്ളത്തിൽ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൺവെയർ ബെൽറ്റ് ഉപയോഗിച്ച് ആ വേസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തള്ളുകയാണ് ചെയ്യാറ്. ഈ കൺവെയർ ബെൽറ്റിന്റെ പാതി ഭാഗം വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടാവും. ഇനി അവിടെ മുന്നിൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സാധനം ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കറങ്ങി കൊണ്ടുവന്നത് ഈ പിന്നിലുള്ള ട്രാഷ് ബിന്നിലേക്ക് കൊണ്ടുവന്ന് തള്ളാറാണ് ചെയ്യാറ്. ഈ ട്രാഷ് ബിൻ നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുകളിൽ അൾട്രാസോണിക് സെൻസർ ഉണ്ട്. അത് വെച്ച് നമ്മൾ സെൻസ് ചെയ്തിട്ട് അതിന്റെ ലെവല് ഈ എത്ര വേസ്റ്റിന്റെ ലെവലൊക്കെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മൊബൈൽ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. മൊബൈലായിട്ട് നമ്മൾ പ്രത്യേക ഒരു സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പിന്നെ അത് അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ വൈഫൈ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ ESP30 ഒരു മെഷീൻ വെച്ചിട്ടാണ്, ഒരു മൈക്രോ ചിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത് കൺട്രോൾ ചെയ്യുന്നത്. മാത്രമല്ല